ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കോഡ് സെറ്റാണ്. ഈ കോഡ് സെറ്റ് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ പഴയ ബോട്ടം എടുത്തിട്ട്, അതായത് മോളുടെ പഴയൊരു ബോട്ടാണ്, ടോപ്പല്ല ബോട്ടം, അത് ലൈനിങ് വെച്ചൊരു ബോട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ഒരു കോഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ കോഡ് സെറ്റിൽ നിന്ന് നമ്മൾ ഒരു ഉടുപ്പിൻ്റെ ലെങ്ത്ത് എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ലെങ്ത്തൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ആ ലെങ്ത്തിൽ നമുക്കെടുക്കാം. ഈ ബോട്ടം പീസിൽ നിന്ന് തന്നെ നമുക്ക് പാൻറ്റും ടോപ്പും കുട്ടിക്കുള്ളത് കിട്ടുന്നുണ്ട്. അതായത് കോഡ് സെറ്റിൻ്റെ പാൻറ്റും ടോപ്പും കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുകയാണ്. വീതി, ഇറക്കം എല്ലാം കണക്കാക്കണം. ഇതെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് മുകളിൽ. ഇനി ചെയ്യാനുള്ളത് അതിൻ്റെ വിഡ്ത്ത് കറക്റ്റാണോ എന്ന് നോക്കണം. വിഡ്ത്ത് 9 ഇഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോച്ച് ഏരിയയും പാൻറ്റിൻ്റെ താഴത്തേക്കുള്ള ക്രോച്ച് ഏരിയയും 9 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിനുശേഷം അളവെടുത്ത ഭാഗങ്ങളൊന്നും കൂടി നോക്കിയതിന് ശേഷം മാർക്ക് ചെയ്യണം. റെഡി അളവ് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി വെച്ച് നോക്കി വരയ്ക്കുന്നത്. ഒരു ബോട്ടം നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്നതിന് പകരം നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കോഡ് സെറ്റ് തയ്ച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അളവെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം പാൻറ്റിനെ 2 ആക്കി മടക്കിയിടാം. ഇതൊരു ലൈനിങ് ഉള്ള പാൻറ്റാണ്. അപ്പോൾ അതിൻ്റെ പാൻറ്റ് ഭാഗം വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വര വരച്ച് പാൻറ്റ് ഭാഗം അവിടെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ഭാഗം മുകളിലേക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെയാണ് ഈ ടോപ്പും പാൻറ്റും ചെയ്യുന്നത്. കോഡ് സെറ്റായിട്ട് സറാറ മോഡലിലാണ് ചെയ്യുന്നത്. കോഡ് സെറ്റാണ്. ഇത് 2 പീസും ഒന്നും കൂടി കറക്റ്റ് തന്നെയല്ലേ, അളവ് ക്രോച്ച് ഏരിയ കറക്റ്റ് അല്ലേ എന്നൊക്കെ മാർക്ക് ചെയ്തത് നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അടിവശം കട്ട് ചെയ്ത് മാറ്റി നമ്മൾ മാർക്ക് ചെയ്ത ആ മാർക്കിൽ ഇവിടെ തന്നെയാണ് വെട്ടേണ്ടത്. പാൻറ്റിലുള്ള ഭാഗമാണ്, അതായത് നമ്മളെ ബോട്ടം പീസാണ് ഇപ്പോൾ വെട്ടിയെടുക്കുന്ന ബോട്ടത്തിൽ നിന്ന്. ഇനി മുകളിലേക്കുള്ള ഭാഗം കോഡ് സെറ്റായിട്ടാണ് ചെയ്യുന്നത് എന്ന് മുന്നേ പറഞ്ഞു. പിന്നെ ഇത് ലൈനിങ് ക്ലോത്ത് ആവുകൊണ്ട്, ലൈനിങ് ഇട്ട ചുരിദാറിൻ്റെ ബോട്ടം ആയതുകൊണ്ട് തന്നെ അത് നല്ല കട്ടിയാണ്, വെട്ടാൻ നല്ല പ്രയാസമാണ്. ക്രോച്ച് ഏരിയ വെട്ടിക്കഴിഞ്ഞ് പാൻറ്റ് യോജിപ്പിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ, അത് പ്രത്യേകിച്ച് പറയുന്നില്ല. അത് കഴിഞ്ഞ് എലാസ്റ്റിക് വെക്കുന്ന മോഡലും കാണിക്കുന്നുണ്ട്, എങ്ങനെ എലാസ്റ്റിക് വെക്കാം. നല്ല കട്ടി ആയതുകൊണ്ട് വെട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ 4 പീസ് ലൈനിങ്ങും 4 പീസ് മെയിൻ ക്ലോത്തും വരുന്നുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു കട്ടിയാണ്. അതായത് മടക്കി വയ്ക്കുമ്പോൾ 4 ആയിട്ടാണല്ലോ വരിക. 2 ഒരു കാലിൻ്റെ 2 ഒരു കാലിൻ്റെ 2. പിന്നെ ഈ 2 വീതം ലൈനിങ് ഉണ്ട്. ലൈനിങ് വെച്ച ടോപ്പ് പാൻറ്റാണിത്. അപ്പോൾ അതന്നെ ലൈനിങ് ഒന്നും കളയാണ്ട് അതിനെ തന്നെ അതങ്ങനെ ക്രോച്ച് ഏരിയകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇനി നമ്മൾ മുകളിലേക്കുള്ള പാർട്ടാണ് വെട്ടുന്നത്. മുകൾ പാർട്ട് വെട്ടാൻ വേണ്ടിയിട്ട് അളവായിട്ടെടുത്തത് ഇതുപോലെ തന്നെ ഒരു ബോട്ടം വെട്ടിത്തയ്ച്ചതാണ്. വെട്ടിത്തയ്ച്ചതിൻ്റെ ടോപ്പ് ഭാഗമാണത്.
ഇതിൻ്റെ അടിവശം ഇങ്ങനെ എലാസ്റ്റിക് വെച്ച് കൊടുത്തതാണ്. ഇത് എലാസ്റ്റിക് വെക്കാതെയാണ് ചെയ്യുന്നത്, അടിവശത്തെ എലാസ്റ്റിക് വെക്കുന്നില്ല. ഇനി തയ്ക്കുന്ന വിധം കാണിക്കാം. ബെൽറ്റ്, അതായത് നമ്മളെ ഷോൾഡറിനുള്ള ബെൽറ്റ് തയ്ക്കുകയാണ്. നമ്മളെ പാൻറ്റിൻ്റെ അടിവശത്ത് വരുന്ന സ്വീക്വൻസ് വരുന്നൊരു ഭാഗം ഉണ്ടായിരുന്നല്ലോ, അത് തുന്നഴിച്ചെടുത്തിട്ട് അതാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അത് ഒരു കാര്യങ്ങളും നമുക്ക് വേസ്റ്റാക്കി കളയാനില്ല. മൊത്തത്തിൽ ആ സാധനം ഉപയോഗിക്കുന്നുണ്ട്. ആ ബോട്ടത്തിൽ നിന്ന് ചെറിയൊരു പീസ് മാത്രമേ നമുക്ക് ബാലൻസ് വരുന്നുള്ളൂ. അപ്പോൾ ബോട്ടം വെച്ചിട്ട് അങ്ങനെ ഒരു കുഞ്ഞുടുപ്പും കുഞ്ഞു പാൻറ്റും കോഡ് സെറ്റായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ തയ്ച്ചെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിൻ്റെ 2 വശത്തേക്കുള്ളതാണ്. നമ്മൾ സ്ലീവ് വെക്കുന്നില്ല, സ്ലീവിന് പകരം ഇങ്ങനെ ആ 2 പട്ട സ്ട്രിപ്പായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എങ്ങനെ സിമ്പിളായി തയ്ക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ നമുക്ക് ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി. ഇത് തീരെ തയ്യൽ അറിയാത്ത ആൾക്കാർക്കുള്ളതാണ്. തയ്യൽ അറിയുന്ന ആൾക്കാർക്ക് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് ഒട്ടും അറിയാത്ത ആൾക്കാർക്കൊന്ന് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കോഡ് സെറ്റ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ബോട്ടത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെട്ടിയെടുത്ത ബോട്ടത്തിൽ നിന്നാണല്ലോ നമ്മൾ ഈ 2 പീസും വേർതിരിച്ചെടുത്തത്. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക്, അതായത് ഉടുപ്പ് മുന്നിലേക്ക് വരുന്ന ഭാഗം, അതായത് മുകൾ വശത്തേക്ക് വരുന്ന യോക്ക് പീസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം അതിൻ്റെ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തുക. ആ സെൻറ്ററിൽ നിന്ന് 2.5 ഇഞ്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും അടയാളപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആ ബെൽറ്റ് പീസ് വയ്ക്കുന്നത്. ഇത് നമ്മളെ ഷോൾഡർ പീസാണ് വരുന്നത്. സ്ലീവ് വയ്ക്കാത്തത് കൊണ്ട് ഷോൾഡറിന് വെറും ആ ഒരു ഭാഗം മാത്രമേ വെക്കുന്നത്. വെക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ വെക്കുമ്പോഴും മനസ്സിലാവണുണ്ടോ എന്നറിയില്ല. 2.5 അങ്ങോട്ടും ഇങ്ങോട്ടും. സെൻറ്റർ ഭാഗം ആദ്യം മാർക്ക് ചെയ്യുക ആ എലാസ്റ്റിക്കിൽ. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും 2.5 വീതം എടുത്തിട്ട് ആ സ്ട്രാപ്പ് അവിടെ വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ ലേസായിട്ട് വെക്കണം എന്നൊന്നുമില്ല, ഇതിൻ്റെ തന്നെ ഒരു പീസ് വെക്കാം. ഇത് ഈ ബോട്ടത്തിൻ്റെ അടിവശത്തെ അതുണ്ടായതുകൊണ്ടാണ് അതങ്ങനെ എടുത്ത് വെച്ചത്. സീക്വൻസ് വർക്കുള്ളൊരു പീസ് അതിൽ വെച്ച് യോജിപ്പിച്ചിരുന്നു, അതുള്ളത് കൊണ്ടാണ് അതെടുത്ത് വെച്ചത്. ഇനി ഇതിൻ്റെ തന്നെ ഒരു പീസ് എടുത്തിട്ട് അങ്ങനെ വയ്ക്കാവുന്നതാണ്. ഏതറിയാത്ത ആൾക്കും ഈ ഒരു കോഡ് സെറ്റ് തയ്യാറാക്കാൻ എത്ര എളുപ്പം കഴിയും. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മാത്രം മതി. ഇവിടെ ഒരു 10 മിനിറ്റ് കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്ച്ച് കഴിയും. അത്ര നേരത്തെ ഒരു പണി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ശ്രമിച്ച് നോക്കുക. പിന്നെ 2 സ്ട്രാപ്പും വയ്ക്കുകയാണ്. അപ്പുറത്ത് വെച്ച് കഴിഞ്ഞു. അതിനുശേഷം ഇനി നമ്മൾ പാൻറ്റാണ്, ഇതിൻ്റെ ബോട്ടമാണ് തയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് റെഡിയാണ്. എക്സ്ട്രാ നിൽക്കുന്ന നൂലുകളൊക്കെ വെട്ടിക്കളഞ്ഞ് അതിൻ്റെ അടിവശം മടക്കിയടിക്കാനുണ്ട്. നമ്മളാ ടോപ്പിൻ്റെ അടിവശം മടക്കിയടിക്കണം. അത് വെട്ടിയെടുത്ത പാടാണല്ലോ, അത് മടക്കിയടിക്കണം. 2 പീസിലും ആ ലൈനിങ് തന്നെ നിൽക്കുന്നുണ്ട്, അത് വെട്ടിക്കളഞ്ഞിട്ടില്ല. ലൈനിങ് ഇല്ലാത്ത ബോട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാൻ കഴിയും. വെട്ടാനും അടിക്കാനും ഈസി ആയിട്ട് കഴിയും. അപ്പോൾ ലൈനിങ് കൂടി ഉള്ളതുകൊണ്ട് അതുകൂടി ചേർത്ത് വെച്ച് നമുക്ക് 2 വശവും, ലൈനിങ് പീസും മെയിൻ പീസും അടിവശം മടക്കി അടിക്കണം.
ഇനി നമ്മൾ പാൻറ്റിൻ്റെ ക്രോച്ചേരിയെ യോജിപ്പിക്കുന്നത് എടുക്കാൻ വിട്ടു പോയിട്ടുണ്ട്, ഇതിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൻ്റെ എലാസ്റ്റിക് വെക്കുന്നതാണ് കാണിക്കുന്നത്. എലാസ്റ്റിക് വെച്ചതിന് പാൻറ്റ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഇതിൻ്റെ സൈഡൊന്നും വെട്ടിക്കളയാത്ത കാരണം ആ സൈഡിലൊന്നും, അതായത് 2 കാലിൻ്റെയും സൈഡൊന്നും വെട്ടിക്കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് കോഡ് സെറ്റ് ആവുകൊണ്ട് കുറച്ച് ലൂസിൽ കിടക്കണ്ടേ, അപ്പോൾ അതുകൊണ്ട് എലാസ്റ്റിക് വെച്ച് അടിക്കാനേ ഉള്ളൂ. ക്രോച്ചേരിയെ യോജിപ്പിച്ചത് ഇതിൽ വന്നിട്ടില്ല, അത് വിട്ടുപോയതാണ്. തന്നെ വീഡിയോ എടുക്കലും തയ്ക്കലും കൂടി ആകുമ്പോൾ വന്നൊരു ചെറിയൊരു മിസ്റ്റേക്കാണ്. ഇലാസ്റ്റിക്കിനെ റൗണ്ടിലെടുത്ത് 2 തലവശവും യോജിപ്പിച്ച് ഒരു റൗണ്ട് ആക്കിയെടുത്തു. അതിന് ശേഷമാണ് നമ്മളിത് ഇതിന് അരക്കുള്ള പട്ട വെക്കുന്നത്. അതായത് നമ്മൾ എലാസ്റ്റിക് മടക്കി അടിച്ചിട്ട് എലാസ്റ്റിക്കാണല്ലോ പാൻറ്റിന് ഉണ്ടാവുക, ആ എലാസ്റ്റിക് വെക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. അത് കഴിഞ്ഞു, എലാസ്റ്റിക് വെച്ച് കഴിഞ്ഞ് നമ്മളെ കുഞ്ഞിപ്പെണ്ണ് കോഡ് സെറ്റ് എടുത്ത് ഓടി നടക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.